ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ പല്ല് ഹെൽത്തി അല്ല എന്നർത്ഥം. പലരുടെയും വിചാരം പല്ലുവേദന വന്നാൽ മാത്രമേ പല്ലിന് പ്രശ്നമുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അല്ലാതെ തന്നെ പല്ല് വേറെ കുറേ ലക്ഷണങ്ങൾ കാണിച്ചു തരും. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പല്ല് പുളിപ്പ്. തണുത്തതോ മധുരമുള്ളതോ കഴിച്ചാൽ പല്ല് പുളിക്കുന്നത് നോർമലല്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇനാമൽ തേയ്മാനം ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പല്ലിന് എന്തെങ്കിലും കേടുണ്ടാവും. ഇത് കോമൺ ആയിട്ടുള്ള റീസൺസ് ആണ്, അല്ലാതെയും വേറെ റീസൺസ് ഉണ്ട്. ഇനി രണ്ടാമത്തെ ലക്ഷണം, ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരിക. ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള മോണ ബ്ലീഡ് ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് പല്ല് ബ്രഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒക്കെ ചിലപ്പോൾ ബ്ലഡ് വരാം. പക്ഷേ ബ്രഷ് ചെയ്യുമ്പോഴേക്കും ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് മോണരോഗം ഉണ്ടെന്നാണ്. ഇനി തേർഡ് വൺ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പല്ലിന് വരുന്ന കളർ മാറ്റം. സാധാരണ ബാക്കിയുള്ള പല്ലിനേക്കാൾ പെട്ടെന്ന് നിങ്ങളുടെ ഒരു പല്ല് മാത്രം കളർ മാറിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ നിങ്ങൾ ആ പല്ലിന് കേട് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പല്ലിന് മുമ്പ് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ആ പല്ലിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇപ്പോൾ കളർ മാറ്റം സംഭവിക്കുന്നത്. അടുത്ത ലക്ഷണം, പല്ലിൻ്റെ അറ്റത്ത് വരുന്ന ചെറിയ ചെറിയ പൊട്ടൽ. ഇത് ഒന്നുകിൽ നിങ്ങൾക്ക് ഇനാമൽ വീക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പല്ലിങ്ങനെ കടിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടാവാം. അടുത്തത്, ചുമന്നിരിക്കുന്ന മോണ അല്ലെങ്കിൽ തടിച്ച മോണ. ഇതിനും കാരണം മോണരോഗമാണ്. ചില സ്ത്രീകൾക്ക് പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെ കൂടുതൽ വരാറുണ്ട്. അടുത്ത ലക്ഷണം, താഴ്ന്നു പോയ മോണ. മോണ താഴ്ന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പല്ലിൻ്റെ വേര് എക്സ്പോസ് ആവും. അപ്പോൾ നിങ്ങൾക്ക് പല്ലിന് പുളിപ്പ് തുടങ്ങും. ഇതിൻ്റെ ഒരു കാരണം നിങ്ങൾ ഭയങ്കര അഗ്രസീവായിട്ട് ബ്രഷ് ചെയ്യുന്നതുകൊണ്ടാണ്. അടുത്ത ലക്ഷണം, വായ്നാറ്റം. ഇത് പല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാരണം കൊണ്ടാവാം, അല്ലെങ്കിൽ പല്ല് റിലേറ്റഡ് അല്ലാത്ത കാരണം കൊണ്ടാവാം. പല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് പല്ലിന് കേടുണ്ടാവാം, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മോണരോഗം ഉണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും പല്ലിൻ്റെ ഇടയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫുഡ് ഇരിക്കുന്നതും കൊണ്ടാവാം ഇങ്ങനെ ഭയങ്കരമായിട്ട് വായ്നാറ്റം ഉണ്ടാവുന്നത്. അടുത്ത ലക്ഷണം, ഇളകുന്ന പല്ലുകൾ. ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള പല്ല് ഇളകില്ല. കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, മുതിർന്നവരുടെ കാര്യമാണ്. മുതിർന്നവർക്ക് പല്ല് ഇളകുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് മോണപ്പഴുപ്പ് ഉണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ എല്ല് തേയ്മാനം ഉണ്ടാവാം, അതും അല്ലാന്നുണ്ടെങ്കിൽ പല്ലിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടാവാം. അടുത്ത ലക്ഷണം, വായ്ക്കകത്ത് കവിള് വരുന്ന വൈറ്റ് പാച്ചസ്. ഇത് നോർമൽ അല്ല. എല്ലാ വൈറ്റ് പാച്ചസും ഡേഞ്ചറസ് ആണെന്നല്ല പറയുന്നത്. ചില വൈറ്റ് പാച്ചസ് ഡേഞ്ചറസ് ആണ്. അത് ഓറൽ ക്യാൻസർ വരെ ഉണ്ടാക്കാൻ ചാൻസസ് ഉണ്ട്. ഇത് മെയിൻലി ടൊബാക്കോ യൂസ് ചെയ്യുന്നവർക്കാണ് വരാറ്. ലാസ്റ്റ് വൺ, ഡ്രൈ മൗത്ത്. അതായത് ഉമിനീര് കുറവുള്ള വായ ഡ്രൈ ആയിട്ടുള്ള ഒരു അവസ്ഥക്കാണ് ഡ്രൈ മൗത്ത് എന്ന് പറയാം. ഇത് ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം വെള്ളം കുടിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ വായ തുറന്നിട്ടായിരിക്കും കിടന്നുറങ്ങുന്നുണ്ടാവുക. അതും അല്ലെങ്കിൽ ചില ആൾക്കാർ സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്കും ഡ്രൈ മൗത്ത് ഉണ്ടാവാറുണ്ട്. ഡ്രൈ മൗത്ത് പറയാൻ കാരണം ഡ്രൈ മൗത്ത് ഉള്ളവർക്ക് പെട്ടെന്ന് ഡീക്കേ വരും. അപ്പോൾ ഇതിൽ പറഞ്ഞ ഏതെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കരുത്. പ്ലീസ് പെട്ടെന്നൊരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഒരു സിമ്പിൾ ഡെൻ്റൽ ചെക്കപ്പിന് നിങ്ങളെ വലിയ പ്രോബ്ലംസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. സോ ടേക്ക് കെയർ ഓഫ് യുവർ ടീത്ത്.